മലയാള സിനിമയിൽ പൗരുഷത്തിൻ്റെ പ്രതീകമായി ജ്വലിച്ചു നിന്ന ഇതിഹാസ നടൻ ജയന് ഇന്ന് 85 വയസ്സ്. ജയനില്ലാത്ത ജന്മദിനം ഓർമ്മിച്ചെടുക്കുകയാണ് മലയാള സിനിമാ ലോകവും ഒപ്പം മലയാളികളും. 70കളിലെ യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ജയൻ എന്ന അതുല്യ പ്രതിഭ. വേഷത്തിലും ഭാവത്തിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല. മലയാള സിനിമയിൽ അതുവരെ ഉണ്ടായിരുന്ന നായക കഥാപാത്രങ്ങളെ മാറ്റി എഴുതിക്കൊണ്ടായിരുന്നു ജയൻ്റെ വരവ്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന് നമുക്ക് ജയനെ ധൈര്യപൂർവ്വം വിളിക്കാം. അദ്ദേഹത്തിൻ്റെ ബെൽ ബോട്ടം പാൻറ്റും കൂളിംഗ് ഗ്ലാസും ഹെയർ സ്റ്റൈലും കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും അംഗചലനങ്ങളും മലയാളക്കരയിൽ പല വിധത്തിൽ ട്രെൻഡായി ഇപ്പോഴും തുടരുന്നു. കൃഷ്ണൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ജനനവും വിദ്യാഭ്യാസവും കൊല്ലത്ത് പൂർത്തിയാക്കിയ കൃഷ്ണൻ നായർ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും നേവിയിൽ ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 15 വർഷത്തിന് ശേഷം നാവികസേനയിൽ നിന്ന് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറായി ജോലി ഉപേക്ഷിച്ച് സിനിമകളിൽ ഭാഗ്യം പരീക്ഷിക്കാൻ തുടങ്ങി. പഞ്ചമി എന്ന ചിത്രത്തിനായി തൻ്റെ ബന്ധുവായ ജയഭാരതി സംവിധായകൻ ഹരിഹരനെ പരിചയപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. ജയൻ്റെ മനസ്സിലെ സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകൻ ജയനു വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതിയെപ്പോലും തിരുത്തി എഴുതി. സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ, ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പറക്കാനോ, കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ, വലിയ കെട്ടിടങ്ങളിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയന് ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തൻ്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അങ്ങാടിയായിരുന്നു ജയനെ ജനകീയ നടനാക്കി തീർത്ത ചിത്രം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ മാറ്റിക്കുറിച്ചു. അങ്ങാടിയിലെ അഭ്യസ്തവിദ്യനായ ചുമട്ടുതൊഴിലാളിയുടെ വേഷം അദ്ദേഹം തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു. ഇംഗ്ലീഷ് ഡയലോഗുകൾ പറയുമ്പോൾ ഏവരും കോരിത്തരിപ്പോടുകൂടി കൈയടിച്ചു. ശരപഞ്ചരം, അഗ്നിപുഷ്പം, അഭിനയം, കരിമ്പന, സഞ്ചാരി, നായാട്ട്, മനുഷ്യമൃഗം, ആവേശം. നമ്മുടെ രംഗണ്ണൻ്റെ ആവേശമല്ല, ജയനും MN നമ്പ്യാരും ഷീലയുമൊക്കെ അഭിനയിച്ച ആവേശത്തിന് അന്നും ഇന്നും വേറെ റേഞ്ച് തന്നെയാണ്. മറ്റു നടന്മാർക്ക് ഫൈറ്റ് സീനുകൾക്ക് വേണ്ടി ഡ്യൂപ്പുകളെ ഉപയോഗിച്ചപ്പോൾ ജയൻ അത് സ്വന്തമായി ചെയ്യുകയായിരുന്നു. നായകനായുള്ള ജയൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവും. കോളിളക്കം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ മരണപ്പെടുന്നത്. ജയൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു. ജയൻ്റെ അവസാന നിമിഷങ്ങൾ നേരിട്ട് കണ്ട സംവിധായകൻ സോമൻ അമ്പാട്ട് ആ സംഭവത്തെക്കുറിച്ച് പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു. സിനിമയിൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറുള്ള നടനായിരുന്നു ജയൻ. പക്ഷേ നിർമ്മാതാക്കൾ ഒരിക്കലും അതിന് തയ്യാറായിരുന്നില്ല. അവർ ഡ്യൂപ്പിനെ വെച്ചാണ് റിസ്ക് രംഗങ്ങളെല്ലാം ചിത്രീകരിക്കാറുള്ളത്. ചെന്നൈയിൽ നിന്നും കുറച്ച് ദൂരെയുള്ള സ്ഥലത്തായിരുന്നു കോളിളക്കത്തിൻ്റെ ഷൂട്ടിംഗ്. വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലൻ കെ നായർ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ജയൻ സഹോദരനായി അഭിനയിച്ച സുകുമാരൻ്റെ ബൈക്കിൽ കയറി നിന്ന് ബാലൻ കെ നായരെ താഴെ ഇറക്കുന്ന രംഗമാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ജയൻ ഹെലികോപ്റ്ററിൽ പിടിച്ചു കയറിയാൽ പെട്ടെന്ന് തന്നെ കൈവിടണം. ഇതായിരുന്നു ഷോട്ട്. ചെറിയ ഉയരത്തിലാണ് ഇത് ചിത്രീകരിച്ചത്. അതിനാൽ തന്നെ ജയന് കൈവിട്ടാൽ താഴെ ചാടി നിൽക്കാൻ പറ്റും. ജയൻ കൈവിട്ടാൽ ബാക്കി ഭാഗം ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ജയൻ ഹെലികോപ്റ്ററിൽ കയറി പിടിച്ച ശേഷം ഹെലികോപ്റ്ററിൻ്റെ റോഡിൽ കാലുപയോഗിച്ച് ലോക്ക് ചെയ്തു. ആ സമയത്ത് ബാലൻ കെ നായരും ജയനും ഹെലികോപ്റ്ററിൻ്റെ ഒരേ ഭാഗത്തായി. ജയൻ നല്ല വെയിറ്റുള്ള ആളാണ്. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസിന് പ്രശ്നമുണ്ടായി. പൈലറ്റ് ഹെലികോപ്റ്റർ താഴെ ഇറക്കാനായി ശ്രമിച്ചു. ആ സമയത്ത് ഹെലികോപ്റ്ററിൻ്റെ ഒരു ചിറക് ആദ്യം തറയിൽ തട്ടി. അത് രണ്ടാമതും ആവർത്തിച്ചു. അപ്പോഴേക്കും ബാലൻസ് നഷ്ടമായ ഹെലികോപ്റ്റർ താഴെ ഇരുന്നു. ജയന് കാലെടുക്കാൻ പറ്റിയില്ല. ജയൻ്റെ തലയുടെ പിൻഭാഗം തറയിൽ തട്ടി. പൈലറ്റ് രക്ഷപ്പെട്ടു. ബാലൻ കെ നായർക്ക് കാലിന് പരിക്കേറ്റു. ഉടനെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എല്ലാവരെയും മാറ്റിയ ഉടൻ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ചു. 6 വർഷം കൊണ്ട് ഒരായുഷ്കാലം മുഴുവൻ ഓർക്കാനുള്ള കഥാപാത്രങ്ങൾ ജയൻ എന്ന അതുല്യ പ്രതിഭ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. ജയൻ്റെ മരണം ഇന്നും മലയാള സിനിമയ്ക്ക് നികത്താൻ കഴിയാത്ത നഷ്ടം തന്നെയാണ്. ഓർമ്മകളിൽ ഇന്നും മായാതെ മലയാളത്തിൻ്റെ ആദ്യ ആക്ഷൻ ഹീറോ. ചില അപകടങ്ങളെല്ലാം നമ്മൾ എത്ര ശ്രമിച്ചാലും തടയാനാവില്ല.